അങ്ങനെ വീണ്ടും ഹംഗ്രി മൃണാളിലേക്ക് ഇത്തവണ ഇടപ്പള്ളിയിലല്ല കേട്ടോ, വടക്കേ കോട്ടയിലാണ് നമ്മൾ പോയത്. മെട്രോ സ്റ്റേഷൻ ഇറങ്ങി നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. തൊട്ട് താഴെ തന്നെയാണ് കേട്ടോ. പതിവ് പോലെ തിരക്കില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, നല്ല സ്പേഷ്യസുമാണ് കേട്ടോ. ഉച്ചയ്ക്ക് പോഞ്ഞിക്കരയിൽ നിന്ന് നല്ലോണം കഴിച്ചതിനെ കൊണ്ട് രാത്രി ലഘു ഭക്ഷണമാക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ ചിക്കൻ ഫ്രൈ ദം ബിരിയാണി. ഒന്ന് വാങ്ങി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു, അതും ഹാഫ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഈ റൈസിൽ കൈ ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം റൈസ് നല്ല മോയിസ്റ്റാണ്. നമ്മുടെ ബാംഗ്ലൂർ ബിരിയാണിയില്ലേ അതേപോലെ ഡ്രൈ ഒന്നും അല്ല, അത്യാവശ്യം മസാലയുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ മസാലയൊക്കെ അത് ഇപ്പം ആവശ്യമില്ല, മസാലയൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കാം. നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ഒന്ന് കഴിച്ച് നോക്കാം. ഒരു ചെറിയ പീസ് അതിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുക. അല്ലേ, ഉള്ളിലൊക്കെ വെള്ള കളറാണ് എങ്കിൽ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്ന്. കഴിച്ച് നോക്കി. നല്ല ചിക്കൻ ഫ്രൈ ആട്ടോ, ഉള്ളിലേക്കൊക്കെ ഒരു ആ ഫ്ലേവർ നന്നായിട്ട് വന്നിട്ടുണ്ട്. കാണുമ്പോലെയല്ല, നല്ല ചിക്കൻ ഫ്രൈ. നമുക്ക് ഈ റൈസ് ഒന്ന് നോക്കി വെക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല മോയിസ്റ്റാണ്, ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ കൊള്ളാമെന്ന്. നമുക്കൊന്ന് കഴിച്ച് നോക്കാം. കഴിച്ചു, കൊള്ളാം, നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. ഇതിന് അധികം മസാല ഇല്ലാത്തത് തന്നെയാണ് രസം എന്ന് തോന്നുന്നു. നല്ല രസമുണ്ട്. റൈസ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, ചിക്കനേക്കാട്ടും ഇഷ്ടപ്പെട്ടു റൈസ്. ഇനി കുറച്ച് സള്ളാസും കൂട്ടി ഒന്ന് കഴിച്ച് നോക്കാം. ഈ സള്ളാസ് കൂട്ടി കുഴയ്ക്കുമ്പോൾ റൈസ് വേറൊരു പരുവത്തിലേക്ക് അങ്ങോട്ടാവും. അത് നല്ല രസമാണ് കേട്ടോ, ആ ഒരു ടേസ്റ്റ് നല്ല രസമാണ്. പിന്നെ ഈ സൈഡും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇതും നമ്മുടെ ചിക്കൻ ബിരിയാണിയുമായിട്ട് ബ്ലെൻഡായിട്ട് അങ്ങ് പോകുന്നുണ്ട്, യാതൊരു കുഴപ്പമില്ല. സോ ഫുഡ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ എന്താ പറയുക, റൈസ് ആണെങ്കിലും പീസ് ആണെങ്കിലും ഒക്കെ കേട്ടോ നല്ല വെളുത്ത നിറത്തില്ല. അപ്പോൾ കണ്ടാൽ തോന്നുന്നു നമുക്ക് മസാല ഉള്ളിലേക്ക് അങ്ങനെ പിടിച്ചിട്ടില്ല എന്ന്. പക്ഷേ നല്ലൊരു ഫ്ലേവറുണ്ട്, നല്ലൊരു ഫ്ലേവറുണ്ട്. ഒരു എന്താ പറയുക, ഒരു നല്ല ഫ്ലേവറുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു നന്നായി. ചിക്കൻ ഫ്രൈ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പല സ്ഥലത്തും ഈ ചിക്കൻ ഫ്രൈ ഉള്ളിലൊരു ഫ്ലേവർ ഉണ്ടാവില്ല, വലിയ പീസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷേ ആ ഫ്ലേവർ മിസ്സായിരിക്കും. പക്ഷേ ഇത് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച കുറച്ച് മസാലയില്ലേ, കുറേ നേരമായി ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുന്നത്, അവനെ ഒന്ന് നോക്കി നോക്കാം. കുറച്ച് ചോറെടുത്തിട്ട് ഈ മസാല കുറച്ച് ചോറിലിട്ടിട്ട് ഒന്ന് കുഴച്ചിട്ട് ഒന്ന് കഴിച്ച് നോക്കി. എന്താ പറയുക, മസാലയ്ക്ക് അത്യാവശ്യം മധുരമുണ്ട്. മാറ്റി വെച്ചത് തന്നെ നന്നായി, അല്ലെങ്കിൽ മൊത്തം കുളമാവുമായിരുന്നു. ഹാഫ് ചിക്കൻ ഫ്രൈ ദം ബിരിയാണിക്ക് 175 രൂപയാട്ടോ. പുറത്ത് നല്ല മഴ, ബിരിയാണി കഴിച്ച് നല്ല സുഖമുണ്ട്. ഇപ്പം റെസ്റ്റോറൻറ്റ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇവിടെ ഈച്ചയുടെ ശല്യം ഒന്നും കണ്ടെത്താൻ പറ്റിയില്ല, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. സോ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു കമൻറ്റും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ശരി.